വെൽക്കം നമ്മുടെ ഇന്നത്തെ ചാനലിലേക്ക് എല്ലാവർക്കും. അപ്പോൾ ഞാൻ എന്ന് സ്ഥിരമായിട്ടിടുന്ന വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിലൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയത്തില്ല. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്കായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് നിയ എന്നാണ്. എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു ഹസ്ബൻഡുണ്ട്, 2 കുട്ടികളുണ്ട്. ഞാൻ ഇടുക്കി ജില്ലയിലാണ് താമസിക്കുന്നത്. അപ്പം പല രീതിയിലും ഞാൻ വീഡിയോ ചെയ്യാൻ നോക്കി. ഒരു രീതി അങ്ങോട്ട് വലിയ സക്സസ് ആവാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷണം എന്ന രീതിയിൽ ഞാൻ വന്നത്. അപ്പോൾ അത് നിങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളും എന്നൊക്കെ നമുക്കൊരു ചെറിയ ഡൗട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പേടിയുണ്ട്. എന്തായാലും നമ്മളാൽ കഴിയുന്ന നമ്മൾ ചെയ്യണമെന്നാണല്ലോ. അപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് ഓരോ വീഡിയോകളൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട്. ബ്യൂട്ടീഷ്യൻ വീഡിയോസ് ഇട്ടു, അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസ് ഇട്ടു. എല്ലാം നോർമൽ രീതിയിലാണ് കുക്കിംഗ് ഞാനിപ്പോൾ ചെയ്തത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റിയൊരു ലൈവ് എന്ന രീതിയിൽ ഇനി ചെയ്യാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ അത് നിങ്ങൾ എത്രത്തോളം ഏറ്റെടുക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിപ്പോൾ ഇടുന്ന ഈ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. ഞാൻ ഇന്ന രീതിയിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്കിഷ്ടം, അല്ലെങ്കിൽ ചേച്ചി ഈ രീതിയിൽ ചെയ്യരുത്, വേറൊരു രീതിയിൽ ചെയ്യണം കേട്ടോ എന്നൊക്കെ നിങ്ങൾ എന്നോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വീഡിയോസ് ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കാര്യം, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമല്ല, ഒരു സിമ്പിളായിട്ടൊരു എനർജി ഡ്രിങ്ക്. ഇപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എനർജി ഡ്രിങ്ക് ആയിട്ടാണ് ഇപ്പം ഞാൻ വന്നേക്കണേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാകുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ആ സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് അറിയിക്കാൻ വേണം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഗ്യാസിൻ്റെ ട്രബിൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, പ്രത്യേകിച്ച് പ്രായമായവർക്കും ഒക്കെ. പക്ഷേ ഷുഗറിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാലും ഗ്യാസ് ട്രബിളൊക്കെ ഉള്ളവർക്ക് ഇതൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിലീഫ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ആ ഒരു ഡ്രിങ്ക് എന്താണെന്നും അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആരും ഇട്ടേച്ച് പോകരുത്, ഇത് ഫുള്ള് കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശ സാധനങ്ങൾ എന്നാണെന്ന് എല്ലാവർക്കും ക്ലിക്കായി കാണും അല്ലേ. വേറെ ഒന്നും വേണ്ട. നമ്മൾ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന ചെറുനാരങ്ങ, അതുപോലെ തന്നെ എന്നും വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണ് തേങ്ങ എന്ന് പറയുന്നത്. ആ തേങ്ങ, അതുപോലെ നിത്യോപയോഗ സാധനമായ പഞ്ചസാര, കൂടാതെ നിത്യോപയോഗ സാധനമായി ഇഞ്ചി, പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന നമ്മുടെ ഏലക്ക. ഇത്രയും മാത്രം മതി നമുക്ക് ഈ എനർജി ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട്. എളുപ്പത്തിൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് ഒരു അടി അടിച്ചങ്ങ് എടുക്കാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. അപ്പോൾ ഒരു നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് കയറി വരികയാണെങ്കിലും നമ്മുടെ വീട്ടിൽ നാരങ്ങ ഉണ്ടെങ്കിൽ അവർക്ക് വെറൈറ്റി ആയിട്ട് ഈ ഡ്രിങ്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പം സ്ക്വാഷല്ലേ കലക്കി കൊടുക്കാറ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ട് നമുക്കിത് അവർക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഫ്രിഡ്ജിൽ ഇച്ചിരി തണുത്ത വെള്ളവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, ഇത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ജ്യൂസിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. ഈ സ്റ്റെപ്പിന് ഞാൻ മുമ്പ് തേങ്ങാ മുറിയാണ് കാണിച്ചത്. തേങ്ങാ മുറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് തേങ്ങ ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചുരണ്ടി ചെറിയൊരു കഷ്ണമാക്കി എടുത്തു. ഇനിയിപ്പോൾ നമ്മളിതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഈ തേങ്ങാ പീരയും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി, ഇതിൻ്റെ പേരെന്നായിരുന്നു മറന്നുപോയല്ലോ, ഏലക്ക, ഇത്രയും സാധനങ്ങൾ ചേർത്ത് ലേശം വെള്ളം കൂട്ടി നമ്മുടെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം നമുക്കത് അരച്ചെടുക്കാം. നമ്മളത് അരച്ചെടുക്കുക. ചെറിയ തേങ്ങാക്കള്ളന്മാരൊക്കെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. നമുക്കതൊന്നും പ്രശ്നമല്ല, നമ്മളതൊന്നും മൈൻഡും ചെയ്യുന്നില്ല. നമ്മുടെ ജ്യൂസ് ഒന്ന് എത്രയും പെട്ടെന്ന് റെഡി ആക്കണം. ഏതായാലും നല്ല വെയിലൊക്കെ അല്ലേ. നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കുക. ഇനി നമ്മളിതൊന്ന് അരയ്ക്കാൻ പോവാണേ. തേങ്ങ ഇല്ലടി, സ്വിച്ച് ഓൺ ആണല്ലോ അല്ലേ. അരയ്ക്കാൻ പോവാട്ടോ. മതിയോ? കഴിച്ചോ. നമ്മൾ സാധാരണ തേങ്ങ പാല് പിഴിയല്ലേ എന്ന് പറഞ്ഞ പോലത്തെ കാര്യമുള്ളൂ. ഇന്ന് ഒത്തിരി അങ്ങ് വെണ്ണ പോലെ അരിഞ്ഞു പോകരുത് കേട്ടോ, ചതച്ചെടുക്കാവുള്ളേ. ഓക്കെ, മോനെ കട്ടർ എടുത്തോണ്ട് ഇത് മുറിക്കാനായിട്ട്.
കണ്ടോ? അപ്പം നമ്മുടെ അരഞ്ഞു വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് ഈ തേങ്ങ പതുക്കെ, നല്ല മണമൊക്കെ ഉണ്ട്, ഈ നാരങ്ങ നമുക്ക് പതുക്കെ അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മളിതേ ഒരു ഇതിൽ വെള്ളം അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് നമ്മുടെ ഈ തേങ്ങ നമ്മളങ്ങ് അരിച്ചങ്ങ് ഒഴിക്കുക. കണ്ടോ തേങ്ങാപ്പാൽ വീഴുന്നുണ്ടോ? കണ്ടോ നല്ല പാലായിട്ട് നമ്മുടെ തേങ്ങ വീഴുന്നുണ്ടേ. ഞാനിപ്പോ നമ്മുടെ ഈ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ളത് എടുത്തിട്ടുള്ളത് കേട്ടോ. ബാക്കി ഇതിൽ ഇരിപ്പുണ്ട്, അത് ഞാൻ എടുത്തിട്ടില്ല. ഇനി നമ്മളിതേ ഈ നാരങ്ങ അത് കട്ട് ചെയ്യുവാണേ. കട്ട് ചെയ്തിട്ട് ഈ നാരങ്ങ നമ്മളിത് ഇതിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുക. ഒരു 2 നാരങ്ങയായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു നാരങ്ങ ഇപ്പോൾ തൽക്കാലം പിഴിഞ്ഞത്. നമ്മുടെ വെള്ളത്തിനനുസരിച്ച് നമ്മൾ നാരങ്ങ എടുക്കണേ. ഇപ്പൊ ഇനി നമ്മൾ നമ്മുടെ പഞ്ചസാര ചേർക്കുക. ഇത്രേ ഉള്ളൂ, സിമ്പിൾ കേസേ ഉള്ളൂ. എല്ലാവരും ഓർക്കും ഇത് എന്താണെന്ന്, പക്ഷെ വളരെ സിമ്പിളായ കാര്യമുള്ളൂ. ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് നേരം ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നാരങ്ങ ആയതുകൊണ്ട് ചെറിയ കയ്പിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ച വെള്ളത്തിലേക്ക് ഇത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടില്ല നൈറ്റുമായിരിക്കും. വയറ്റിലെ ഗ്യാസ് ട്രബിള്, അതുപോലെ എരിച്ചില്ല, ഇതിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെടും. എൻ്റെ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ കിട്ടുമെന്ന് ദൈവത്തിന് തന്നെ അറിയാം. നല്ലൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ ഗ്ലാസ് എടുത്തു. നോക്കിയേട്ടാ സെറ്റപ്പ് ആണോ? കൊള്ളാവോ? നോക്കിക്കേ കണ്ണാ. കൊള്ളാവോ? അടിപൊളിയാണോ? അപ്പൊ അതെ നമ്മുടെ എനർജി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ പാലും വെള്ളമാണെന്നല്ലേ തോന്നുള്ളൂ, പക്ഷെ ഇത് പാലും വെള്ളം അല്ലാന്ന് നമുക്ക് മനസ്സിലായില്ലേ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം അത് നമ്മുടെയൊക്കെ ചിന്തയിലേക്ക് വരുത്തുക എന്നുള്ളൊരു ഉദ്ദേശം ജയിച്ചോ എന്നറിയില്ല. ഇപ്പൊ നിങ്ങളത് ഏറ്റെടുത്താലേ നമുക്കത് ജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. കണ്ടോ, ശരിക്കും പാലും വെള്ളം ഇരിക്കുന്ന അതേ അവസ്ഥ. കറക്റ്റ് ഞാൻ ഉണ്ടാക്കിയത് 2 ഗ്ലാസ്സേ ഉള്ളൂ. ഇപ്പം എൻ്റെ കുട്ടികൾക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ. നല്ലത് അടിപൊളി ഡ്രിങ്ക് റെഡി. ഇനിയിപ്പോൾ നമുക്ക് പിള്ളേർക്ക് കൊടുത്തിട്ട് ഇവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാം. കുടിച്ചു നോക്കിയിട്ട് അമ്മയുടെ ജ്യൂസ് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. മുറുക്ക പിടിക്ക, കുടിച്ച് 2 പേരും കുടിക്ക. എങ്ങനെയുണ്ടാ ചുട്ടാ? പറയടാ എങ്ങനെയുണ്ടെന്ന്, ഉറക്കെ പറയടാ. മൊത്തം കുടിക്കരുത്, എനിക്ക് വേണം. ഞാൻ പറഞ്ഞതുപോലെ അല്ലാട്ടോ, നല്ല കിടിലനായിട്ടുമാണേ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതും കൂടി ആ കമന്റ് ബോക്സിലേക്ക് ഒന്ന് ഇട്ടേക്കണം. അപ്പൊ അതെങ്ങനെയാണ് നമ്മുടെ ഡ്രിങ്ക് ഉണ്ടാക്കിയെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? കറക്റ്റ് എനർജി ഡ്രിങ്ക് ആണ്. നല്ല തണുപ്പിന്, നല്ല മധുരത്തില്, പുളി, തേങ്ങ, ഏലക്ക എസൻസ്, ഇഞ്ചി എസൻസ് എല്ലാം കൂടെ കൂടി കലർന്നല്ല സൂപ്പറാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. നമ്മൾ പുതിയൊരു പരീക്ഷണത്തിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ. കള്ളിൻ്റെ വേണ്ടോ? കള്ളിൻ്റെ അറിയോ? കള്ളിൻ്റെ അറിയണ്ടോ? നിങ്ങൾക്ക് ആണുങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും. ഇനിയിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ.